ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ആ മേഖലയിൽ സൈന്യത്തിന് ശക്തമായ നടപടിയുണ്ട്. വനമേഖലയിൽ ഡ്രോണും ഹെലികോപ്റ്ററും ഉപയോഗിച്ചാണ് പരിശോധന. ഭീകരാക്രമണവുമായി ബന്ധമുള്ള കൂടുതൽ പേരെ സൈന്യം പിടികൂടിയതായും സൂചനയുണ്ട്. അതേസമയം കള്ളപ്പണക്കേസിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക വദ്രയ്ക്കും പങ്ക്. ഇ ഡി കുറ്റപത്രത്തിൽ റോബർട്ട് വദ്രയ്ക്കൊപ്പം പ്രിയങ്കയുടെ പേരുമുണ്ട്. പ്രിയങ്കയുടെ പേരിൽ ഭൂമി ഇടപാടുകൾ നടന്നതായും ഇ ഡി. വിവരങ്ങളുമായി ജിഷ്ണു ഉണ്ട്. ജിഷ്ണു, ഈ ജമ്മു കാശ്മീർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് പുറത്തായി അവിടെ ഭീകരർക്കായുള്ള തിരച്ചിൽ ശക്തമാക്കുന്നുണ്ട്. പ്രദേശവാസികൾ ചിലരുടെ സഹായവും അവിടെ ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് സൈന്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ സൈനിക നടപടി ആ മേഖലയിൽ പുരോഗമിക്കുന്നത്? ഇതുപോലെ പൂഞ്ച് സെക്ടറിൽ സൈനിക വാഹനത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ ഈ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചു എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും സൈന്യമുള്ളത്. ഈ ഭീകരാക്രമണവുമായി ബന്ധമുള്ള കൂടുതൽ പേരെ ഇപ്പോൾ സൈന്യം പിടികൂടിയിട്ടുണ്ട്. അപ്പം പൂഞ്ച് സെക്ടറിൽ വനമേഖലയിൽ നടക്കുന്ന ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും ആ ഓപ്പറേഷൻ സംബന്ധിച്ച് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് നേതൃത്വം നൽകുന്ന പൂഞ്ചിലെ വനമേഖലയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ആ ഓപ്പറേഷൻ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും അതിന്റെ വിശദാംശങ്ങൾ സൈന്യം പുറത്തുവിടുക എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം സൈനിക വാഹനത്തിന് നേരെ നടത്തിയ ഏകദേശം 10ഓളം ഭീകരർ ഈ വനമേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യവും CRPF-ഉം പോലീസും പൂഞ്ച് സെക്ടറിലെ വനമേഖലയിൽ ഹെലികോപ്റ്ററും ഡ്രോണും ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം കൂടുതൽ സേനാ വിന്യാസം ഈ മേഖലയിലേക്ക് നടത്തിക്കൊണ്ടും ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ഓപ്പറേഷൻ നടപടികൾ, പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പൂഞ്ച് സെക്ടറിലെത്തുകയും ഒപ്പം ജമ്മു കാശ്മീരിലെ നിലവിലെ സ്ഥിതിഗതികൾ, ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിർത്തി മേഖലയിലെ സേനാ വിന്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിലയിരുത്തൽ നടത്തിയിരുന്നു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും ഒപ്പം ജനപ്രതിനിധികൾ, അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുമായും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് വളരെ കൃത്യമായി ജമ്മു കാശ്മീരിലെ നിലവിലെ സ്ഥിതിഗതികൾ പ്രതിരോധ മന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായും നിലവിൽ സേനയ്ക്കും ഒപ്പം ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയും ജമ്മു കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി, സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. കാരണം നിലവിൽ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ഇപ്പോൾ വീണ്ടും ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയും അതും പാക് അധീന ജമ്മു കാശ്മീരിലും സീറ്റുകൾ ഉണ്ടാകും എന്ന് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചുകൊണ്ട് കാശ്മീർ ഭാരതത്തിലെ ഏതൊരു ഭൂപ്രദേശം പോലെ സാധാരണഗതിയിലേക്ക് മടങ്ങുമ്പോഴാണ് അവിടെ ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നതിന്, ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നതിന്, ഭയപ്പെടുത്തുന്നതിനുള്ള ശ്രമം വീണ്ടും ഭീകരവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിലും സൈന്യത്തിന് നേരെയും ഭീകരാക്രമണം നടത്തിക്കൊണ്ട് വിഘടനവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വീണ്ടും ഒരു ഭീതി പരത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് എന്നുള്ളത് തന്നെയാണ് സൈന്യത്തിന്റെ നിഗമനം. അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ, ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് സൈന്യം ഈ പൂഞ്ചിലെ ഓപ്പറേഷൻ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉമേഷ്.